ഹായ് ഹലോ നിഷാനയാണ് ഡോപ്പേന്ന്. സെപ്റ്റംബർ 12 ഇപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടി നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എക്സാം ഹാളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഈ വീഡിയോയിലൂടെ. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പാസ്പോർട്ട് സൈസ് ഒട്ടിച്ചിട്ടുള്ള നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്തൊക്കെ വന്നാലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ച അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ കരുതണം. മൂന്നാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫാണ്. നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആധാർ കാർഡാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ID കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. പിന്നെ നാലാമതായിട്ട് എടുക്കേണ്ടത് 4x6 ഇഞ്ച് സൈസുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ്. അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കിട്ടുന്ന പ്രൊഫോമയിൽ ഒട്ടിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പം ഈ 4 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ ഒന്നും കയ്യിൽ കരുതണ്ട. പക്ഷേ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.